വിപ്ലവം നയിക്കണമെങ്കിൽ AC കാറ് കൂടാതെ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് സഖാവ് പിണറായി 1,10,00,000 കാറ് വാങ്ങുന്നു. ധനവകുപ്പ് അത് അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിപ്ലവത്തിന് കാറ് കൂടാതെ പറ്റില്ല. 1,10,00,000 രൂപ ധനവകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു. ഓക്കെ, അദ്ദേഹം എന്തായാലും കൃത്യമായിട്ട് വിപ്ലവം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും നമുക്ക് കുറ്റം പറയാൻ ഒക്കില്ല. മാത്രമല്ല, ഗവൺമെൻറ് വളരെ മര്യാദയ്ക്ക് തന്നെയാണ് പിണറായി ഭരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത്തെ തവണയും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് മാത്രമല്ല, 10 വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ്. പട്ടാള വിപ്ലവത്തിലൂടെ ഒന്നുമല്ല സഖാവ് പിണറായി മുഖ്യമന്ത്രിയായത്. നമ്മുടെ എല്ലാ ഭൂരിപക്ഷം മലയാളികളുടെ വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. കടമെടുത്തിട്ടായാലും അദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഭരിച്ച് നമ്മളെ നല്ല വഴിക്ക് നടത്തിയാണ്. തീർച്ചയായിട്ടും അതിന് നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 65% ജനങ്ങളും കടക്കെണിയിലാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് അംഗീകരിച്ച് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടം തീർക്കാൻ, അതായത് 65% എന്ന് പറയുന്നത് ഒഫീഷ്യൽ കണക്കാണ്. കേരളത്തിലെ മലയാളികളുടെ ഏതാണ്ട് ഭൂരിപക്ഷവും കടക്കെണിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗദ്യോഗികമായിട്ട് ഏകദേശം 90% കുടുംബങ്ങളും മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. അതായത് ഈ 65% എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ കണക്കാണ്, നബാർഡിൻ്റെ കണക്കാണ്. 65% കുടുംബങ്ങളും കടക്കെണിയിലായി. ഓക്കെ, പക്ഷേ അത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ സഹകരണ ബാങ്കിൻ്റെയും കടങ്ങളാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത്. ആ കണക്കനുസരിച്ച് അതിൻ്റെ കണക്കാണ് 65%. പക്ഷേ നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത മലയാളികളുടെ എണ്ണം കൂടെ കൂട്ടിയാൽ കേരളത്തിലെ ഏതാണ്ട് 90% വരുന്ന കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഓക്കെ, അവരുടെ ആസ്തിയേക്കാൾ കൂടുതൽ കടമായിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്ട് 90% മലയാളികളും 8 നിലയിൽ പൊട്ടി നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരവസരത്തിൽ തീർച്ചയായിട്ടും വിപ്ലവത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് വിപ്ലവം നയിക്കുന്ന സഖാവ് പിണറായി വിജയന് തീർച്ചയായിട്ടും 1,10,00,000 കാറ് തന്നെ വേണം. അത് പ്രത്യേകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുറന്നു നോക്കുക. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അദ്ദേഹത്തിന് കടം കിട്ടാത്ത അവസ്ഥ വരുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെ സ്വന്തം കാര്യം നോക്കി വല്ല നക്കപ്പിച്ചയൊക്കെ കിട്ടുന്നത് വാങ്ങിച്ച് നക്കി ജീവിച്ചു പോയാൽ മതി. നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, ചിന്തിച്ചാൽ വലിയ പ്രശ്നമാണ്. ഓക്കെ, ചിന്തിക്കാനുള്ള കഴിവ് നമ്മൾ ഒടിച്ചു മടക്കി പോക്കറ്റിലിട്ടുണ്ട്, കിട്ടുന്നതൊക്കെ ഞണ്ണിക്കൊണ്ട് വായും പൊളന്ന് ജീവിക്കാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.